let us solve more problems on the construction of context-free grammar. Okay, നമ്മൾ കുറേ context-free grammar construction കുറേ examples കണ്ടിരുന്നു. കുറച്ചും കൂടി important ആയിട്ടുള്ള problems ഞാൻ നിങ്ങൾക്ക് familiarize ആക്കാം. Okay, so a plus b the whole star. ഇതിന്റെ context-free grammar നമ്മൾ എങ്ങനെയാണ് construct ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ any combinations of a's and b's including null. അതാണ് അതിന്റെ അർത്ഥം അല്ലേ, a plus b the whole star എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക? You can do it as s produces as or bs or null അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ് എ ബി എടുക്കുകയാണ്, എ ബി ഓക്കെ. ഇതെങ്ങനെയാണ് ചെയ്യുക? എസ് പ്രൊഡ്യൂസേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് എ അല്ലേ, അപ്പം ഞാൻ എ എസ് എന്നുള്ള പ്രൊഡക്ഷൻ യൂസ് ചെയ്തു. ആൻഡ് ബി വരണം, അപ്പം ഞാൻ ബി എസ് എന്നുള്ള പ്രൊഡക്ഷൻ യൂസ് ചെയ്തു. ഇനി എനിക്ക് തിരിച്ചും എ വരണം, സോ ഐ എം അഗെയിൻ യൂസിങ് എ എസ്. ഓക്കെ, നൗ ഐ വോണ്ട് ബി, സോ ബി എസ്. ഇനി എനിക്ക് എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും? എ എസ് ബി എസ് എ ബി എനിക്ക് കിട്ടിയ സ്ട്രിങ് അല്ലേ. അപ്പം ഞാൻ എസ്സിന് ഞാൻ നള്ള് കൊടുത്ത് അതിനെ എൻഡ് ചെയ്യും. അപ്പോൾ എ ബി സ്ട്രിങ് കിട്ടി. സോ ദിസ് ഇസ് ഹൗ യു ഡു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ റെപ്പിറ്റേഷൻ വരുന്നുണ്ടോ അതിനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്ഷൻ റൂളാണ് എ എസ് ബി എസ് ഓർ നൾ. ഓക്കെ, ലെറ്റ്സ് സീ മോർ പ്രോബ്ലംസ് ഓൺ ദിസ്. എ റേസ് ടു എൻ ബി റേസ് ടു എൻ നിങ്ങൾക്കറിയാം അല്ലേ. എ റേസ് ടു എൻ ബി റേസ് ടു എൻ അതെങ്ങനെയായിരുന്നു? എസ് പ്രൊഡ്യൂസേഴ്സ് എൻ്റെയും ബിൻ്റെയും നമ്പർ ഓഫ് എസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബീസ് ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ് എ കഴിഞ്ഞിട്ടേ ബി വരാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എ എസ് ബി ഓർ ഏറ്റവും ഷോർട്ടസ്റ്റ് സ്ട്രിങ് ഇതിൽ ഏതാണ് വരുന്നത്? എ ബി അല്ലേ. എൻ വേറെ എൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് സ്ട്രിങ് എന്താ വരിക? 8. So that is how you do a raised to n, b raised to n. Okay, now what about a star? A star ആണെങ്കിലോ a star എന്ന് പറയുമ്പോൾ any number of a's including null അല്ലേ. അപ്പോൾ a produces a or null അല്ലേ. You can create any number of a's from this അല്ലേ. Okay, now let's see a few more. Even length string എങ്ങനെയാ ചെയ്യാ? even length string എന്ന് പറയുമ്പോൾ it can be of length 0 or it can be of 2, 4 അങ്ങനെ ഏത് ലെങ്ത് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുക? ഈവൻ ലെങ്ത് സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എന്താ വരിക? എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ എന്നാണ് അതിൻ്റെ റെഗുലർ എക്സ്പ്രഷൻ വരിക അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇത് ലെറ്റസ് ബിഗിൻ ഇറ്റ് ഫ്രം ദ ബിൽഡിംഗ് ബ്ലോക്സ്. ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? എ ഓർ ബി ആണ് അല്ലേ. ഞാൻ കൊടുക്കുകയാണ് എ പ്രൊഡ്യൂസേഴ്സ് എ ഓർ ബി. ദീസ് ആർ മൈ ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, ഇനി എനിക്ക് എന്താണ് ഇത്? എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് either A or B അല്ലേ. A plus B എന്ന് പറഞ്ഞാലും it is either A or B അല്ലേ. അങ്ങനെ 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് കൊടുത്തു? B produces A എന്ന് കൊടുത്തു അല്ലേ. അപ്പം എനിക്ക് A വരാം, AB വരാം, എനി കോമ്പിനേഷൻസ് ഓഫ് ഇതിൻ്റെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും വരാം അല്ലേ. എനിക്കത് മാത്രമല്ല നള്ളും കൂടി എന്നെ ആക്സെപ്റ്റഡ് ആവണം അല്ലേ. അപ്പം ഞാൻ എന്ത് കൊടുക്കും? BS or നള്ള് കൊടുക്കും അല്ലേ. ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ. നള്ളാണെങ്കിൽ ഇവിടെ സ്റ്റാറിനോട് 0 ആണെങ്കിൽ എനിക്ക് നള്ള് എസ് പ്രൊഡ്യൂസേഴ്സ് നള്ള് കിട്ടും. ഇനി എനിക്ക് വേറെ ഏത് ലെങ്ത് സ്ട്രിങ് ആണെങ്കിലും ഇപ്പോൾ 2 ആണെങ്കിൽ എനിക്ക് എന്ത് വരും? ജസ്റ്റ് എനിക്ക് ഈ എസ് പ്രൊഡ്യൂസേഴ്സ് എന്ന് കൊടുത്താൽ മതി, പി എസ് എന്ന് കൊടുത്താൽ മതി അല്ലേ. എന്നിട്ട് ആ B എന്ന് പറയുമ്പോൾ A ആണ് അല്ലേ. ആ എസ്സിന് ഞാൻ നള്ള് കൊടുക്കും. അങ്ങനെ എനി നമ്പർ ഓഫ്
any even length string can be produced using this production. Correct അല്ലേ? നിങ്ങൾ ഏത് വേണമെങ്കിലും എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോളൂ, it will come out right. Okay, just make a note of this. I will give you more problems. A raised to n, b raised to m, where n comma m is greater than or equal to 1. ഇതെങ്ങനെയാണ് ചെയ്യാം? ഇവിടെ നമുക്കറിയാം എന്നും എമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡഡ് അല്ല അല്ലേ, രണ്ടും ഇസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് യു നീഡ് ടു ജനറേറ്റ് എ, ദെൻ യു നീഡ് ടു ജനറേറ്റ് ബി ആൻഡ് ദെൻ യു നീഡ് ടു ക്ലബ് ഇറ്റ് അല്ലേ. അപ്പോൾ എ എങ്ങനെയാണ് ഞാൻ ജനറേറ്റ് ചെയ്യുക? എ പ്രൊഡ്യൂസേഴ്സ് എനി നമ്പർ ഓഫ് എസിനെ ഞാൻ എങ്ങനെ ചെയ്യും? എ ഓർ സിംഗിൾ എ ആണെങ്കിൽ എ അല്ലേ, ബി ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക? ബി ബി ഓർ സിംഗിൾ ബി അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും ക്ലബ് ചെയ്യണം അല്ലേ. എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി. ഇപ്പം എനിക്ക് ബി റേസ് ടു എൻ എ റേസ് ടു എം എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എ ബിക്ക് അവരുടെ എസ് പ്രൊഡ്യൂസർ എ ബി എന്നുള്ളത് ഞാൻ ബി എന്നാക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൺലി ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻ ബി എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എം, വേർ എൻ കോമ എം എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് എങ്ങനെ ചെയ്യുക? അതായത് നമുക്ക് അറിയാം എയും ബിയും രണ്ടും കോറിലേറ്റഡ് ആണ് അല്ലേ. എ നമ്പർ ഓഫ് എസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബീസ് അല്ലേ. അപ്പോൾ നമുക്ക് എയും ബിയും ക്രിയേറ്റ് ചെയ്യണം, അതിനോടൊപ്പം തന്നെ സി വേറെ ജനറേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യണം അല്ലേ. എ റേസ് ടു എൻ ബി റേസ് ടു എൻ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. എ റേസ് ടു എൻ ബി റേസ് ടു എൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? എ പ്രൊഡ്യൂസേഴ്സ് എ ബി ഓർ എ ബി അല്ലേ. ഇനി സി ജനറേറ്റ് ചെയ്യണം, അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും? ബി പ്രൊഡ്യൂസേഴ്സ് സി ബി ഓർ സി, ജസ്റ്റ് എ സ്മോൾ സി അല്ലേ. ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാം. എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി. S produces AB, A produces AAB or AB, and B produces CB or C. This is how you do it. I hope you have got an idea on how to do this. Okay. ഇനി ഞാൻ പറയാണ് A raised to n. Okay, രണ്ടെണ്ണം ചെയ്തു. ഇനി അടുത്ത് A raised to n, C raised to m and b raised to n. ഇവിടെ നമ്മൾ എന്താ ചെയ്യാം? ഇവിടെയും നമുക്ക് എയും ബിൻ്റെയും നമ്പർ സെയിം ആയിരിക്കണം, സി മാത്രമാണ് അതിൻ്റെ മിഡിലിൽ വരണം. അപ്പോൾ എയും ബിയും ജനറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മിഡിലേക്ക് സി ഇടുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാവും വരിക? നിങ്ങളൊന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? ആദ്യം നമ്മൾ എയും ബിയും ജനറേറ്റ് ചെയ്യണം. ഓക്കെ, എയും ബിയും ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ആദ്യം ജനറേറ്റ് ചെയ്യാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് ജനറേറ്റ് ചെയ്യാൻ സി അല്ല. അപ്പോൾ എ പ്രൊഡ്യൂസേഴ്സ് സി എ ഓർ സി, സി ഫുൾ ജനറേറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എയും ബിയും വരണം, അതിൻ്റെ ഇടയിൽ സി വരണം. അപ്പം ഇങ്ങനെ എയും ബിയും വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? S produces A, S, B or AB ആണ്. എയും ബിയും ജനറേറ്റ് ചെയ്യും. പക്ഷേ എ ബി ഇവിടെ വരില്ല. എന്താ കാരണം? നമുക്ക് എയും ബിയും ഇടയിൽ എന്തായാലും നമുക്കൊരു സി വരണം അല്ലേ. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ്റെ n, m is greater than or equal to 1 ആണ് കേട്ടോ. അതായത് സി എന്തായാലും എൻ്റെയും ബിൻ്റെയും ഇടയിൽ വന്നിരിക്കണം. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇടയിൽ നമ്മൾ എങ്ങനെയാണ് സീനെ എംബഡ് ചെയ്യുക?
You can simply give A, B. നിങ്ങൾ ഏത് സ്ട്രിങ് വേണമെങ്കിലും ഈക്വളിൽ വർക്കാവും. A raised to n, B raised to n നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? S produces A, S, B or A, B എന്നല്ല കൊടുത്തത്. ഇവിടെ A, B പറ്റില്ല എന്ന് വെച്ചാൽ ഇടയിൽ എന്തായാലും C വരണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? C വരാനായിട്ട് A, ഈ സിന്റെ പ്രൊഡക്ഷനിലുള്ളത് കൊടുത്തു, A, A, B കൊടുത്തു അല്ലേ? അപ്പോൾ എനി നമ്പർ ഓഫ് സീസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. A, B രണ്ടും ഈക്വൽ ആവുകയും ചെയ്യും. That is how you do it. Okay. And now let's see another problem, which is A raised to n, B raised to n, C raised to m, D raised to m, where n, m is greater than or equal to 1. ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം എയും ബിയും ജനറേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിയും ഡിയും ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അതിനെ ക്ലബ് ചെയ്യുക അല്ലേ? എ റേസ് ടു എൻ, ബി റേസ് ടു എൻ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. എ പ്രൊഡ്യൂസസ് എ ബി ഓർ എ ബി അല്ലേ? സിയും ഡിയും എങ്ങനെ ജനറേറ്റ് ചെയ്യുക? ബി പ്രൊഡ്യൂസസ് സി ബി ഡി ഓർ സി ഡി അല്ലേ? നമ്മൾ എസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ കൺകാറ്റിനേറ്റ് ചെയ്യുക. എസ് പ്രൊഡ്യൂസസ് എ ബി. I hope you have got this. Now let's see another problem. വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. A raised to n, B raised to n, C raised to n, where n is greater than or equal to 1. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ പറയും, ഐ എം ജസ്റ്റ് ടെല്ലിങ്, ഓക്കെ, നിങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കണം നിങ്ങൾ പറയുന്നത് എ റേസ് ടു എന്നും ബി റേസ് ടു എന്നും നമുക്ക് ആദ്യം ജനറേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ സീനെ ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യണം. പക്ഷെ അത് വർക്കാവും. അതിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അത് വർക്കാവും. ഫോർ എക്സാമ്പിൾ, എസ് പ്രൊഡ്യൂസേഴ്സ്, ഐ ഫീൽ യു വിൽ ഡു ലൈക്ക് ദിസ്. S produces A, S, B, C or ABC. A, S, B, C or ABC. ഇതിലൊരു പ്രോബ്ലം എന്താ വരിക? എനിക്ക് ഇപ്പോൾ ജനറേറ്റ് ചെയ്യേണ്ട സ്ട്രിങ് വേണം. നമുക്ക് ഇങ്ങനെ നോക്കി നോക്കാം. S produces A, S, B, C. ഓക്കെ, ഇവിടെ തിരിച്ചും ഞാനിങ്ങനെ എന്ത് കൊടുത്തു? എ ബി സി. പക്ഷെ സ്ട്രിങ് എൻഡ് ചെയ്ത് നോക്കിയോ? ഇവിടെ കിട്ടിക്കുന്ന സ്ട്രിങ് എന്താണ്? എ എ ബി സി ബി സി എന്നായിട്ടുണ്ട്. ഇത് തെറ്റല്ലേ? എ ബി സി ബി സി നമുക്ക് കിട്ടില്ല അല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കൂ, എ റേസ് ടു എൻ, ബി റേസ് ടു എൻ, സി റേസ് ടു എൻ ആണ്. ഇവിടെ നമുക്ക് കിട്ടിക്കണം എന്താണ്? 2A കിട്ടിയിട്ടുണ്ട്, 2B കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല. ബി സി ബി സി എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് പ്രോബ്ലം കനോട്ട് ബി സോൾവ്ഡ് ഇൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. നമുക്ക് ഈ ഒരു ലാംഗ്വേജിന് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം, വിച്ച് ഇസ് ദ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജിലാണ് ഈ ഒരു സ്ട്രിങ് വർക്കാവുന്നത്. So that is not possible here. Okay. Let us take another example. A raised to n, B raised to 2n, where n is greater than or equal to 1. How do we do this? A raised to n, B raised to 2n, where okay, n is greater than or equal to 1. Okay, ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക?
അതായത് ഒരു എ ഉണ്ടെങ്കിൽ രണ്ട് ബി ഉണ്ടാവണം എന്നർത്ഥം. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? എസ് പ്രൊഡ്യൂസേഴ്സ് എ എസ് ബി ബി ഓർ എ ബി ബി. അല്ലല്ലോ, this is the grammar. Next question can be a raised to n, b raised to m, c raised to m, d raised to n, where n comma m is greater than or equal to 1. How do we do this? ഇവിടെ നമുക്കറിയാം ബിന്റെയും സിന്റെയും നമ്പർ ഈക്വൽ ആയിരിക്കണം, എന്റെയും ഡിന്റെയും നമ്പർ ഈക്വൽ ആയിരിക്കണം അല്ലേ? നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തിരുന്നു, അതുപോലെ തന്നെയാണ്. ആദ്യം നമുക്ക് ബിന്റെയും സിന്റെയും വരയ്ക്കാം. ഓക്കെ, എ പ്രൊഡ്യൂസേഴ്സ്, ഇതിന്റെ ഈക്വൽ നമ്പർ ഓഫ് ബീസും സീസും എന്ന് പറയാൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ബി എ സി ഓർ ബി സി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ് പ്രൊഡ്യൂസേഴ്സ്, ഇത് ഈ എന്റെയും ഡിന്റെയും ഇൻ ബിറ്റ്വീൻ വരണം അല്ലേ? എസ് പ്രൊഡ്യൂസേഴ്സ് എ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് പറഞ്ഞേ. എസ് പ്രൊഡ്യൂസേഴ്സ് എ എസ് ഡി ഓർ, ഇത് നേരത്തെ നമ്മൾ സോൾവ് ചെയ്തതാണ്, സി വരെ ഉണ്ടായിരുന്നു നോക്കാം. എ എസ് ഡി ഓർ, ഈ എസിന്റെ സ്ഥാനത്ത് വേറെ എന്ത് വരാം? എ ഡി എന്ന് എഴുതാൻ പറ്റില്ല, പക്ഷേ ഇത് എന്തായാലും വരണം ഇടയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എ ഡി. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ അടുത്ത പ്രോബ്ലം പറയാണ്. എ റേസ് ടു എൻ, ഇതിൽ തന്നെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താനേ. എ റേസ് ടു എൻ, ബി റേസ് ടു എം, സി റേസ് ടു എന്നും എ റേസ് ടു എൻ, ബി റേസ് ടു എം, സി റേസ് ടു എൻ, ഡി റേസ് ടു m, where n comma m is greater than or equal to 1. ഇത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? It is not possible to construct a context free grammar for this. ഇത് നോക്കൂ, A is different from that of B, B is different from that of C, and C is different from that of D. ഇത് രണ്ടും എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ക്ലബ് ചെയ്യാന്ന് പറഞ്ഞാലും നടക്കില്ല. ഇത് രണ്ടും എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാലും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. എൻ എം എൻ എം എൻ എം എന്നാണ് വരുന്നത്. അതുകൊണ്ട് അത് you cannot create a context free grammar for such a language. Okay, now I will give you another question, which is a raised to m plus n, b raised to m, c raised to n, where n comma m is greater than or equal. ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ? See, this is very simple. നിങ്ങളത് ജസ്റ്റ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? a raised to n, b raised to m, b raised to m, c raised to n. a raised to m plus n നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി. ഇതിന്റെ ഗ്രാമർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് അല്ലേ? സോ ദിസ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ ബി റേസ് ടു എം, ബി റേസ് ടു എം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഗ്രാമർ വി ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് അല്ലേ? എ എസ് പ്രൊഡ്യൂസേഴ്സ് എ എസ് സി ഓർ എ എ സി ആൻഡ് എ പ്രൊഡ്യൂസേഴ്സ് എന്ത് വരും? ഇവിടെ എ റേസ് ടു എന്നല്ല, എ റേസ് ടു എ റേസ് ടു. ഓക്കെ, ഇവിടെ എന്ത് വരും? എ ബി ഓർ എ ബി. കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A raised to n, b raised to n, c
m d raised to m, where n comma m is greater than or equal to 1. How do you do this? This is also very simple. നമുക്ക് ഇതിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത് a raised to n, b raised to a raised to n, b raised to n, b raised to n plus m, d raised to n. രണ്ട് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഞാൻ കൺവേർട്ട് ചെയ്തത് നിങ്ങൾക്ക് എ റേസ് ടു എന്നും ബി റേസ് ടു എന്നും കറക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം, ബി റേസ് ടു എമ്മും ഡി റേസ് ടു എമ്മും കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. ജസ്റ്റ് കൺകാറ്റനേറ്റ് ഇറ്റ്, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഹൗ ഡു യു ഡു ദിസ്? എ പ്രൊഡ്യൂസസ് A S A B or AB, B produces B produces B, BD or BD, and S produces AB. Okay, so these are some of the context-free languages that you need to know to construct. So ഇതെല്ലാം അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇത്രയേ ഉള്ളൂ on a total. If you know all this, you will be able to do any problem that you get on the paper. So I hope this is all clear to you. Just make a note of this.